അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. 208 പേരെ DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞു. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല. തിരിച്ചറിഞ്ഞ 202 പേരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചു അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലവിലിപ്പോൾ ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത, അതിൽ രഞ്ജിതയുടെ DNA ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എയർ ഇന്ത്യ വിമാനാപകടത്തിൽ 208 പേരുടെ മൃതദേഹങ്ങൾ അത് DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. തിരിച്ചറിഞ്ഞ 202 പേരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. 170 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇതിൽ 131 പേരും ഇന്ത്യക്കാരാണ്. ഇന്ന് DNA മാച്ച് വഴി തിരിച്ചറിഞ്ഞ യാത്രക്കാർ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡാമൻ ആൻഡ് ഡിയു, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരാണ്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ DNA പരിശോധനാ ഫലം തുടരും. രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തന്നെ തുടരുകയല്ലേ ശ്രീകാന്ത്? നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തന്നെ തുടരുകയാണ്. ഈ DNA പരിശോധനാ ഫലം അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 208 പേരുടെ ഇത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി പരിശോധന കഴിയുമ്പോൾ രഞ്ജിതയുടെയും മാച്ചാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം അവിടെ തുടരുന്നു എന്നുള്ളതാണ് വിവരം. ശ്രീകാന്ത്, ഇനിയും പരിശോധന നടക്കാനുണ്ട്. ഈ DNA മാച്ചിലൂടെ തിരിച്ചറിയാനുണ്ട്. അതിലുള്ള ഒരു സാവകാശം മാത്രമല്ലേ ഇപ്പോൾ അവശേഷിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്ര വലിയൊരു വിമാനാപകടമാണ് ഉണ്ടായത്. മാത്രമല്ല വലിയ പൊട്ടിത്തെറിയും ഉണ്ടായി. ഒപ്പം തീഗോളം ഉയരുന്ന ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശ്രമകരമായ ദൗത്യമാണ് ഈ ഫോറൻസിക് വിദഗ്ധരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെടുക്കുന്ന ഒരു കാലതാമസം, ഒരു സമയം എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ആ യാഥാർത്ഥ്യം അവിടെയുള്ള യാത്രക്കാരുടെ ബന്ധുക്കൾക്കടക്കം അത് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയധികം ദിവസങ്ങൾ കൊണ്ട് 208 പേരുടെ DNA പരിശോധന പൂർത്തിയാക്കി ഫലം മാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ശ്രമകരമായ ദൗത്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക ദിവസങ്ങൾ നീളില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ ശ്രീകാന്ത്, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. 208 പേരുടെ DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.